മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. റാണയുടെ ഹർജി അമേരിക്കൻ കോടതികൾ തള്ളിയ സാഹചര്യത്തിൽ ഉടൻ ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ആക്രമണത്തിന് മുമ്പ് ഇയാൾ കൊച്ചിയിലെത്തിയതായുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ആരെ കാണാനാണ് എത്തിയത്, എന്താണ് ഉദ്ദേശമെന്നുള്ളതിന്റെ ചുരുളഴിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അമേരിക്കൻ സുപ്രീം കോടതി ഇന്ത്യക്ക് കൈമാറാൻ ഉത്തരവിട്ട മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ കേരളത്തിലെത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല. 2008 നവംബർ 26-നാണ് മുംബൈ ആക്രമണം നടക്കുന്നത്. അതേ മാസം 16, 17 തീയതികളിലാണ് റാണ കൊച്ചിയിലെത്തിയത്. മറൈൻ ഡ്രൈവിലുള്ള താജ് റെസിഡൻസിയിൽ ഒറ്റ ദിവസം തങ്ങി പിറ്റേന്ന് മടങ്ങുകയായിരുന്നു. എമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസ് ചെയ്യുന്നുവെന്നാണ് റാണ അവകാശപ്പെടുന്നത്. ഇതേ കാര്യത്തിനാണ് കൊച്ചിയിലെത്തിയതെന്നാണ് അന്വേഷണ ഏജൻസികൾ ഇതുവരെ മൊഴി നൽകിയിട്ടുള്ളത്. വിദേശ റിക്രൂട്ട്മെന്റ് അറിയിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യം കൊടുത്ത ശേഷമായിരുന്നു വരവ്. ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്നാണ് പത്രപരസ്യത്തിൽ സ്ഥാപനത്തിന്റെ പേര് കാണിച്ചിരുന്നത്. ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറയിടാനാണെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഗമനം. വിദേശികളുടെ താമസം സംബന്ധിച്ച് താജ് ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയ വിവരങ്ങളിൽ നിന്നാണ് റാണ കേരളത്തിൽ എത്തിയ വിവരം സ്ഥിരീകരിച്ചത്. റാണ പാകിസ്ഥാൻ വംശജനാണെന്നും കാനഡയിൽ സ്ഥിരതാമസമാക്കാനാണെന്നുമാണ് ഹോട്ടലിൽ നിന്നും കൊടുത്ത സി ഫോമിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ മുംബൈ ഭീകരാക്രമണവും ഈ സന്ദർശനവുമായി എന്ത് ബന്ധമെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതിരിക്കെയാണ് പ്രതിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നത്. റാണയെ കൂടാതെ ഡേവിഡ് ഹെഡ്ലി എന്ന് പേരുമാറ്റിയ ദാവൂദ് സെയ്ദ് ഗീലാനി, പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ, തീവ്രവാദ സംഘടനകളുടെ തലവന്മാർ എന്നിവരടക്കം 9 പേരെയാണ് NIA പ്രതി ചേർത്തത്. നേരിട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത അജ്മൽ കസബിനെ 2012 നവംബർ 21-ന് തൂക്കിലേറ്റി. ഹെഡ്ലിയും റാണയും അമേരിക്കയിൽ മറ്റൊരു കേസിൽ പിടിയിലായെങ്കിലും ഇവിടേക്ക് വിട്ടുകിട്ടിയില്ല. പാകിസ്ഥാനിലുള്ള മറ്റ് പ്രതികളിൽ ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ റാണയെ വിട്ടുകിട്ടുന്നത് ഇന്ത്യക്ക് നേട്ടമാകും. പാകിസ്ഥാനെതിരെയും അവരുടെ സംരക്ഷണയിലുള്ള മറ്റു പ്രതികൾക്കെതിരെയും കൂടുതൽ തെളിവുകൾ കിട്ടാൻ വഴിയൊരുങ്ങും. പാകിസ്ഥാന്റെ തീവ്രവാദ ആഭിമുഖ്യം രാജ്യാന്തര തലത്തിൽ തുറന്നു കാണിക്കാനും ഇതിനെല്ലാം പുറമെ ഈ സംഘത്തിന്റെ കേരള ബന്ധം എന്താണ് എന്നതിലും വിവരം കിട്ടാൻ വഴിതെളിയും. കേരളത്തിൽ നിന്ന് തീവ്രവാദ റിക്രൂട്ടിങ്ങിന് ഇവർ ശ്രമിച്ചു എന്നതിലും NIAക്ക് സംശയമുണ്ടായിരുന്നു. അതോ കേരളത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടോ എന്നും വ്യക്തമാകാനുണ്ട്. മുംബൈയിൽ എത്തിയതുപോലെ കടൽ മാർഗം കടന്നു കയറാൻ പറ്റിയ പ്രദേശമാണ് കൊച്ചി എന്നതും പ്രധാനമാണ്. 2008 നവംബർ മാസത്തിൽ ഭീകരാക്രമണം നടന്ന മുംബൈയിലെ താജ് ഹോട്ടലിലും ഇയാൾ ഭാര്യയോടൊപ്പം 4 ദിവസം താമസിച്ചിരുന്നു. തന്റെ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ബിസിനസിന്റെ ഭാഗമായി കാനഡയിലേക്കും US-ലേക്കും കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഭാര്യയ്ക്കൊപ്പം ഇന്ത്യ സന്ദർശിച്ചതെന്നാണ് 2009 ഒക്ടോബറിൽ അമേരിക്കയിൽ പിടിയിലായ റാണയുടെ അവകാശവാദം. പാകിസ്ഥാനിലെ സൈനിക ഡോക്ടറായിരുന്ന ഇയാൾ പിന്നീട് കാനഡയിലേക്ക് മാറുകയും അവിടെ പൗരത്വം നേടുകയും ചെയ്തു. തുടർന്ന് അമേരിക്കയിലെ ചിക്കാഗോയിലെത്തി ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം ആരംഭിച്ചു. ഇതിന്റെ മുംബൈയിലെ ബ്രാഞ്ചാണ് ഭീകരാക്രമണത്തിനായി ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഇയാളും US ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയും പാക് ഭീകര സംഘടനകൾക്കൊപ്പം ചേർന്ന് മുംബൈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. ഡെൻമാർക്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട ഒരു കേസിലും ലഷ്കർ ഭീകരർക്ക് സഹായം നൽകിയ കേസിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റാണയെ 2013-ൽ ചിക്കാഗോ കോടതി 14 വർഷം തടവിന് വിധിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിലെ പങ്ക് തെളിയാത്തതിനാൽ ആ കേസിൽ ഇയാൾക്ക് അമേരിക്കൻ കോടതി ശിക്ഷ നൽകിയിട്ടില്ല. 2020 ജൂണിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ ഇയാളെ ഇന്ത്യയുടെ ആവശ്യപ്രകാരം US വീണ്ടും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. 300-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.